എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അഡീനിയം ചെടിയെ കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ചെടി അറിയപ്പെടുന്നത് തന്നെ ഡെസേർട്ട് റോസ് എന്നാണ്. അതായത് ഡെസേർട്ടിൽ വളരുന്ന ഒരുതരം ചെടിയാണിത്. ഒരു ചെടിയെ പരിചരിക്കാനായിട്ട് ഏറ്റവും ആദ്യം അറിയേണ്ടത് ആ ചെടി എവിടെ നിന്നുള്ളതാണ് എന്നതാണ്. ഡെസേർട്ടിൽ വളരുന്ന ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് സൂര്യപ്രകാശം നന്നായിട്ട് വേണം, വെള്ളം കുറച്ച് മതി എന്നതാണ്. അതുപോലെ വേനൽക്കാലമാകുമ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുമ്പോഴാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വെയിൽ നന്നായിട്ട് കിട്ടുന്ന എന്നാൽ വെള്ളം അധികം കിട്ടാത്ത സ്ഥലങ്ങളിലായിരിക്കണം നടേണ്ടത്. വെള്ളം കിട്ടുന്നതനുസരിച്ച് ശേഖരിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുള്ള ചെടികളാണ് ഡെസേർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന മണൽ കൂടുതലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം ഇതിനെ സെലക്ട് ചെയ്യേണ്ടത്. വെർമി കമ്പോസ്റ്റും അല്ലെങ്കിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിൽ നിറയെ പൂക്കളുണ്ടാകും. പൂക്കളുണ്ടാകാതെ കുറേ നാളായിട്ട് നിൽക്കുന്ന ചെടികളാണെങ്കിൽ റീപോട്ട് ചെയ്യുമ്പോൾ പോട്ടി മിക്സ് എല്ലാം മാറ്റി നല്ല റൂട്ട് ക്ലീൻ ചെയ്തിട്ട് വേരുകളൊക്കെ കുറച്ച് കട്ട് ചെയ്ത് ഒരു ആൻറ്റി ഫംഗൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നടുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളെല്ലാം ഇട്ട് വരും. ഇതിപ്പോൾ ഒറ്റ കമ്പായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇനി ഇത് ബ്രാഞ്ചസ് വന്നിട്ട് നിറയെ പൂക്കളുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ധാരാളം ശിഖരങ്ങൾ വരികയും ഈ ശിഖരങ്ങളിലെല്ലാം പൂവിടുകയും ചെയ്യും. ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത് കൊടുത്തത്. കട്ട് ചെയ്ത് കൊടുത്തടുത്തുനിന്ന് വരുന്ന ശിഖരങ്ങളാണിത്. ഓരോ ശിഖരത്തിലും പൂക്കളുണ്ട്. വേനൽക്കാലം ആകുമ്പം പൂവിടുന്നതിനനുസരിച്ച് വേണം ഇത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് അതിലേക്ക് ശിഖരങ്ങൾ വരികയും ഇതുപോലെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഈ ചെടിയുടെ മുകൾ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത സ്റ്റെമ്മാണ് താഴെ നട്ട് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഇപ്പോൾ ബ്രാഞ്ചസ് വന്നു തുടങ്ങി. ഇനി അതിലും പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും. ഇതിൻ്റെ താഴെയുള്ള ഭാഗമായ കോഡെക്സ് ഡെവലപ്പ് ചെയ്ത് കിട്ടണം എന്നുള്ളവർ അത് റീപോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 15 ദിവസം ഇതൊന്ന് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ, ഷെയ്ഡിൽ വേണം ഹാങ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇട്ടതിന് ശേഷം അത് നടുമ്പോൾ അതിൻ്റെ വെള്ളം മുഴുവൻ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നീട് അതിന് വെള്ളം കിട്ടുമ്പോൾ അത് നന്നായിട്ട് ശേഖരിച്ച് വെക്കുക. അതിൻ്റെ കോഡെക്സ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. ഇതിൻ്റെ വിത്തുകൾ അപ്പൂപ്പന്താടി പോലെയുള്ള വിത്തുകളാണ്. ഇവ ഉണങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്തുകൾ കെട്ടി വെക്കണം, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കുഞ്ഞു കുഞ്ഞു തൈകൾ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. അഡീനിയത്തിന് ഒരു കാം എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതിൽ ചില വെറൈറ്റികൾ ഇൻഡോർ പ്ലാന്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും ഫുൾ സൺലൈറ്റുള്ള സ്ഥലത്താണ് നന്നായിട്ട് വളരുന്നത്. സമ്മർ സീസണിലാണ് വളർച്ച കൂടുതൽ. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഫുൾ സൺലൈറ്റിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നല്ല പൂക്കളുണ്ടാകുന്നതും നല്ല വെയിൽ കിട്ടുമ്പോഴാണ്. അതുപോലെ മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇതിന് വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഭാഗ്യം കൊണ്ടുവരുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ വീടുകളിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ബോൺസായി ആയിട്ടും വളർത്താറുണ്ട്. നല്ല ഭംഗിയിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് നല്ലൊരു ബോൺസായി ആയിട്ട് വളർത്താറുണ്ട്. ഇനി 500 years ആണ് ലൈഫ് പാന്. അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും. ഇത് നേറ്റീവ് നോർത്ത് ആഫ്രിക്കയാണ്. അപ്പോൾ നോർത്ത് ആഫ്രിക്കയിലൊക്കെ ഇത് ഈ മെഡിസിനൽ വാല്യൂ ആയിട്ട്, മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പല പല അസുഖങ്ങൾക്കും, സ്കിന്നിലുള്ള അസുഖങ്ങൾക്ക്, പല ക്യാൻസറിനും ഉള്ള അസുഖങ്ങൾക്കൊക്കെ ഇപ്പം ട്രീറ്റ്മെൻറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് അത് റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മുതലേ പല പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ റൂട്ടും അതിൻ്റെ സ്റ്റെമ്മിലുമൊക്കെ ടോക്സിൻസ് ഉണ്ട്. പണ്ട് കാലത്ത് ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന സമയത്ത് അവരുടെ അമ്പുകളിലൊക്കെ ഇതിൻ്റെ വിഷം പരട്ടിയിരുന്നത്. വലിയ വലിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനായിട്ട് അമ്പിൽ പരട്ടിയിരുന്ന വിഷമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം തന്നെ മനസ്സിലാവും ഇതിന് നല്ലൊരു അളവിൽ തന്നെ വിഷം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യുന്നവരും ഇത് പരിചരിക്കുന്നവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഉള്ളിൽ പോകാതെ. കൂടുതലായിട്ട് അകത്ത് ചെല്ലുകയാണെങ്കിൽ ഹാർട്ട് ഫെയിലിയർ വരെ ഉണ്ടാകാം. ഇനി വളരെ കൂടുതലാണെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു ടോക്സിൻ തന്നെയാണിത്. അപ്പം ഇതിന് അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല. നമ്മളിത് കട്ട് ചെയ്ത് നമ്മളുടെ അകത്ത് അങ്ങനെയൊന്നും പോകാറില്ല. എന്നാലും ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും വീട്ടിൽ വളർത്താവുന്ന സേഫായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്.